ശ്രീകുമാർ മേനോൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ഒടിയൻ. പ്രേക്ഷകർ ആകാംക്ഷയോടെയും വളരെ വ്യത്യസ്തവുമായി എത്തിയ ലാലേട്ടന്റെ ചിത്രമായിരുന്നു ഇത്. ഒടിയൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതനായ വ്യക്തിയാണ് ഹരിത് CNV. താരത്തിന്റെ പേര് അത്ര സുപരിചിതമല്ലെങ്കിലും ഒടിയനിലെ രാകേഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഒടിയൻ മാണിക്കിനെ വെല്ലുവിളിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം അത്ര വേഗം മറക്കാൻ സാധ്യതയില്ല. ഈ വളർന്നു വരുന്ന യുവതാരം ആരാണെന്നറിയാമോ? ചെറുപ്പം മുതലേ കടുത്ത മോഹൻലാൽ ഫാനായ ഒരു ചെറുപ്പക്കാരൻ ഓഡീഷനിലൂടെയാണ് ചിത്രത്തിൽ എത്തുന്നത്. ഒടിയനിൽ അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല സഹസംവിധായകനായും താരം തിളങ്ങിയിരുന്നു. സംവിധായകൻ ശ്രീകുമാർ മേനോൻ തന്നെയാണ് ഇത് തന്നോട് ആവശ്യപ്പെട്ടതെന്നും ഹരിത് പറയുന്നു. പ്രിയ താരങ്ങളോടൊപ്പം അഭിനയിക്കുക എന്നതിലുപരി ചിത്രത്തിൽ അസോസിയേറ്റായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചതിലുള്ള സന്തോഷവും ഈ ചെറുപ്പക്കാരൻ പങ്കുവയ്ക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയ താരങ്ങളുടെ ഭാവങ്ങൾ നിമിഷങ്ങൾക്കകം മാറിമറിയുന്നത് കാണാനുള്ള ഭാഗ്യം ക്ലാബ് ബോയ്ക്ക് ലഭിക്കുന്നത് പോലെ മറ്റാർക്കും ലഭിക്കില്ലെന്നാണ് സംവിധായകൻ തന്നോട് പറഞ്ഞത്. അസോസിയേറ്റ് ആയതോടെ ലാലേട്ടന്റെ മുഖഭാവം അടുത്തുനിന്ന് കാണാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചു. അത് വലിയ ഭാഗ്യമായിട്ടാണ് താൻ കാണുന്നതെന്നും താരം പറയുന്നു. ഹരിത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ഒടിയൻ. 2006 പുറത്തിറങ്ങിയ റോഷൻ ആൻഡ്രൂസ് ചിത്രമായ നോട്ട്ബുക്കിലൂടെയായിരുന്നു ഹരിത്തിന്റെ ആദ്യ വരവ്. സ്കൂൾ ലീഡറിന്റെ വേഷത്തിലായിരുന്നു ചിത്രത്തിൽ. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഹരിത് നോട്ട്ബുക്കിൽ വേഷമിട്ടത്. പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ വീണ്ടും എത്തുന്നത്. ചെറുപ്പം മുതൽ തന്നെ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, മോഹൻലാൽ എന്നിവരുടെ കടുത്ത ആരാധകനായിരുന്നു ഹരിത്. സ്കൂൾ കാലഘട്ടം മുതലേ സിനിമ തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. തന്റെ പ്രിയ താരങ്ങളോടൊപ്പം സ്ക്രീനിൽ എത്താൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഹരിത് കാണുന്നത്. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിന് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും മനസ്സിൽ നിന്നും ഒരിക്കലും സിനിമ പോയിട്ടില്ലായിരുന്നു അത്രേ. MBA പഠന കാലഘട്ടത്തും അത് കഴിഞ്ഞ് വിദേശത്ത് ജോലി നോക്കിയപ്പോഴും സിനിമ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒടിയനിൽ എത്തിപ്പെട്ടതും.